ആരും വരുമ്പോഴേക്കും പാലൊക്കെ തിളപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാനും സീമോളും കൂടിയിട്ട് അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഷെൽഫിൻ്റെ മേലെ കയറിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുക. അവിടെ കയറിയിരിക്കുന്നത് സാധനങ്ങൾ എടുത്ത് കളിക്കാൻ വേണ്ടിയിട്ടാണ്. പാൽ അവിടെ വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പേടിയുണ്ട് കേട്ടോ, സീമോളുടെ മേലെങ്ങാനും തട്ടുമെന്ന് വിചാരിച്ചിട്ട്. അധികം ഗ്യാപ്പില്ലല്ലോ. അപ്പം ഞാനും അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അതൊക്കെ നോക്കിയിട്ട്. എന്ത് ഭാഷ? കാടമുട്ട കാലത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തോല് പൊളിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ അതേ സേമോള് അവൾക്കുള്ളത് തോല് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അവൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. വേറെ നമ്മൾ അവൾക്കായിട്ട് എന്തെങ്കിലും പലഹാരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ കഴിക്കണം വെച്ചെങ്കിൽ അവളതിനെ വല്ല എന്തെങ്കിലുമൊക്കെ കാണിച്ചെടുത്ത് ഫോണൊക്കെ വെച്ചെടുത്തിട്ട് വേണം കഴിപ്പിക്കാൻ. എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഫി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുട്ടികളുടെ പാല് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടൊക്കെയാണ്. വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നഗറ്റ്സ് എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തണുപ്പ് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തണുപ്പ് വിട്ടപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. സ്നാക്സൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും ആരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരും വന്ന് കുളിയൊക്കെ കഴിഞ്ഞു ഇതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ സീമോള് കയറിയിട്ട് മേശയുടെ മേലെ തന്നെ ഇരിക്കുന്നുണ്ട്. അവൾക്ക് ആ സോസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഏറെ അതിൻ്റെ മേലെ കയറിയിരിക്കുന്നത്. അത് വെറുതെ തൊട്ട് നാക്കിയിട്ട് തിന്നാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ വളരെ കുറച്ചേ വെച്ചിട്ടുള്ളൂ. ഞാൻ കുടിക്കുന്നത് കോഫിയാണ് കേട്ടോ. എൻ്റെ കോഫി ഉണ്ടാവില്ല പാലും വെള്ളം പോലെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് അത്ര കടുപ്പം ഇഷ്ടമല്ല. ഓവറല്ല, ഞാനും വളരെ കുറച്ച് കോഫി പൗഡർ ഇടുള്ളൂ. കടുപ്പം വളരെ കുറവാകും ഞാൻ ഉണ്ടാക്കണ കോഫിക്ക്.